ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 4.5 വർഷമായിട്ടും നടപടിയെടുക്കാതിരുന്ന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. പോക്സോ അടക്കം ഗുരുതര കുറ്റകൃത്യങ്ങളെപ്പറ്റി പരാമർശമുണ്ടായിട്ടും എന്തുകൊണ്ട് നിശബ്ദരായി ഇരുന്നെന്ന് കോടതി ചോദിച്ചു. ഓഡിയോ വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കള്ളക്കളികളിൽ സർക്കാരിന് കനത്ത പ്രഹരമാണ് ഹൈക്കോടതിയിൽ നിന്നും നേരിട്ടത്. റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ച കോടതിയോട് വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം തുടങ്ങിയെന്നും ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുവെന്നും സർക്കാർ മറുപടി നൽകി. എന്നാൽ സർക്കാരിന് കനത്ത തിരിച്ചടി നൽകി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SITക്ക് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചു. റിപ്പോർട്ടിൽ നടപടി വൈകിയതിലെ കാരണം സർക്കാർ വിശദീകരിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് പഠിച്ച് അതിന്മേൽ നടപടിയെടുക്കണം എന്നാണ് കോടതിയുടെ ഡയറക്ഷൻ. സ്വാഭാവികമായും റിപ്പോർട്ട് പഠിക്കുമ്പോൾ അതിൽ കൊഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ അതിൽ FIR രജിസ്റ്റർ ചെയ്താലേ അന്വേഷണം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അതെല്ലാം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടി ഉണ്ടാവും. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള നാടാണ് കേരളമെന്നും ഇത് സംസ്ഥാനത്തെ ഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുടെ പ്രശ്നമാണെന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അതേസമയം അസംഘടിത മേഖലയിലെ ലൈംഗിക ചൂഷണം അവസാനിപ്പിക്കാൻ നിയമനിർമ്മാണ സാധ്യത കൂടി പരിശോധിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസിൽ മാധ്യമ വിചാരണ പാടില്ലെന്ന് സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടതില്ലെന്നും സ്വയം നിയന്ത്രിക്കാൻ മാധ്യമങ്ങൾക്കറിയാമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഇരകളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്നും മൊഴി നൽകിയവർക്ക് പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെങ്കിൽ നടപടികൾ അവസാനിപ്പിക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഹർജിയിൽ ഹൈക്കോടതി താരസംഘടന അമ്മയെ കൂടി കക്ഷി ചേർത്തു. പ്രത്യേക ബെഞ്ചിന്റെ അടുത്ത സിറ്റിംഗ് ഒക്ടോബർ 3-നായിരിക്കും. ശ്രീകാന്ത്, 24, കൊച്ചി.